ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഓവനോ ബീറ്ററോ മറ്റ് ബേക്കിംഗ് ടൂൾസോ ഒന്നും തന്നെ ഇല്ലാതെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് മൈദ, കോൺഫ്ലോറും കൊക്കോ പൗഡറും ഓരോ ടേബിൾ സ്പൂൺ വീതം, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ്. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു അരിപ്പ ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് ബേക്കിംഗ് പൗഡറും കൊക്കോ പൗഡറൊക്കെ എല്ലാ സ്ഥലത്തും ഈക്വലായിട്ട് നമുക്ക് എത്തുള്ളൂ. നല്ലപോലെ ഇത് മിക്സ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ചില സ്ഥലം പൊന്തിയും ചില സ്ഥലം താഴ്ന്നൊക്കെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളിത് നല്ലപോലെ അരിച്ചെടുക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നല്ല ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം, അത് നിർബന്ധമാണ്. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല. നമുക്കൊരു 10 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടി 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വാനില എസൻസിന് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ 1 സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഏത് ടിന്നിലാണോ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് ആ ടിന്നൊന്ന് നല്ലപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കണം. ഇതിനകത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ബട്ടർ പേപ്പർ അല്ല കേട്ടോ, നമ്മുടെ സാധാ നോട്ട്ബുക്കിൻ്റെ പേപ്പർ റൗണ്ട് ഷേപ്പിലൊന്ന് വെട്ടിയെടുത്തിട്ടുള്ളതാണ്. ഇതേ സമയം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് വേവിക്കാൻ പോകുന്നത് ആ പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പം കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് അതിൻ്റെ വിസിൽ റിമൂവ് ചെയ്ത ശേഷം ഈ സമയം തന്നെ ഞാൻ ഗ്യാസിലേക്ക് വെക്കുന്നുണ്ട്. ആദ്യം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിലോട്ട് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുത്ത് നമുക്ക് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ടിട്ട് കുത്തി ഇളക്കാതെ നമ്മളൊരു സ്പാച്ചിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ പതിയെ നമുക്കിത് സ്ലോവിൽ ഇളക്കിയെടുക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറുള്ളതായിരിക്കണം, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഈ ഒരു ലൂസിൽ വേണം നമുക്ക് കിട്ടാൻ, ഒത്തിരി ടൈറ്റായിട്ട് പോകരുത്. ഇനി ഇത്തിരി ടൈറ്റ് പോലെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് 1 സ്പൂൺ പാല് ചേർത്ത് കൊടുത്തു എന്ന് കരുതി കുഴപ്പമില്ല. പക്ഷേ പാലിന് തണുപ്പുണ്ടാവരുത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് ബാറ്ററി ഇനി നമുക്ക് നേരത്തെ നെയ്യ് തടവി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ എയർ ബബിൾസ് പോകാൻ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തട്ടി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള കുക്കറിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ അങ്ങ് ഇറക്കി വെച്ച് കുക്കർ അടയ്ക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ കിടന്ന് 35 to 40 മിനിറ്റ് വരെ നമ്മൾ ഈ ബാറ്റർ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കരുത് കേട്ടോ, കേക്ക് ആകെ താഴ്ന്നു പോവും. ഇപ്പോൾ കറക്റ്റ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കാണുമ്പോൾ നല്ല വെന്ത പോലെ നമുക്ക് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചൂട് അത്യാവശ്യം ഒന്നും ആറിയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ നോക്കൂ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്ക് ഇവിടെ വന്നിട്ടുള്ളതെന്ന്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഇത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കേക്ക് നല്ലപോലെ ചൂടാറിയപ്പോൾ ഞാനൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് കേക്ക് ബോർഡിലൊന്നും അല്ല, ഇതുപോലൊരു പ്ലേറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഐസിങ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഏറ്റവും മുകളിലത്തെ ലെയർ എടുത്ത് കേക്കിൽ വെച്ച് കൊടുക്കാം. ഇതിന് മീതെ കുറച്ച് ഷുഗർ സിറപ്പ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പോൾ 3 ടീസ്പൂൺ പഞ്ചസാരയും അത്രയും തന്നെ വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഞാൻ 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. പിന്നെ
പൈപ്പിംഗ് ബാഗിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ കേക്കിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെഡാക്കി ലെവൽ ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാൻ ഈ വിപ്പിംഗ് ക്രീം മിക്സിയിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടേക്കണം. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു കാർഡ് ഉപയോഗിച്ചൊന്ന് ലെവലാക്കി കൊടുക്കുവാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ബാറാണ് അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നമുക്ക് കഴിക്കാൻ. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്തു. ലാസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുത്ത് അതേപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫുള്ളൊന്ന് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫുള്ള് വിപ്പിംഗ് ക്രീം അപ്ലൈ ആക്കി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഫ്ലവർ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗും ഇതുപോലത്തെ നോസിൽസും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സേവനാഴി മേടിക്കുമ്പം അതിനകത്ത് ഒരു 3-4-5 അച്ചുകൾ ഉണ്ടാവും. ഇടിയപ്പം, നുറുക്ക് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നുറുക്ക് ഉണ്ടാക്കുന്ന അച്ചുണ്ട് അതിൽ സ്റ്റാർ ഷേപ്പിലുള്ള. അപ്പം നമുക്ക് നമ്മുടെ ഈ സേവനാഴിക്കുള്ളിലേക്ക് വിപ്പിംഗ് ക്രീം ആപ്പിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സ്റ്റാർ വെച്ചിട്ട് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് ഫ്ലവർ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ വീട്ടിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു നോക്കിയേ, അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. കൊടുക്കുന്ന നമുക്കും നല്ല സന്തോഷം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.